കൃപാസനം പത്രം മാർച്ച് 2026 പാർട്ട് 1. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛന്റെ സന്ദേശം. ഉടമ്പടിയിൽ ജീവിച്ചുകൊണ്ട് നമുക്ക് വാഗ്ദാനം പ്രാപിക്കാം. ഉടമ്പടിയുടെ ബേസ്മെന്റ്, ഉടമ്പടിയുടെ ആധാരം എന്ന് പറയുന്നത് ദൈവത്തിന്റെ വാഗ്ദാനമാണ്. ഒരു വ്യക്തിക്ക് ദൈവത്തിൽ വളരാൻ കഴിയുന്നത് ദൈവം നൽകിയിരിക്കുന്ന വാഗ്ദാനത്തിന് ആനുപാതികമായിട്ടായിരിക്കും. ദൈവം നൽകിയിരിക്കുന്ന വാഗ്ദാനം, ദൈവത്തിന്റെ സമ്പൂർണ്ണ വാഗ്ദാനം ക്രിസ്തുവാണ്. നിങ്ങളുടെ ജീവിതത്തിലെ പരാധീനതകൾക്ക് ക്രിസ്തുവിനെ അവലംബിച്ച് മുന്നേറുമ്പോൾ സമാന്തരമായിട്ട് തന്നെ നിങ്ങൾ ക്രിസ്തു അനുഭവത്തിൽ വളരണം. ഇത് ബൈബിൾ മുന്നോട്ട് വയ്ക്കുന്ന ഉടമ്പടി പുതുക്കലിന്റെ അടിസ്ഥാന പ്രമാണങ്ങളാണ്. സൃഷ്ടാവിന്റെ പ്രതിച്ഛായക്കനുസരിച്ച് നവീകരിക്കപ്പെടുന്ന പുതിയ മനുഷ്യനെ സ്വീകരിക്കുവിൻ എന്ന വചനം നൽകിയിരിക്കുന്ന ഒരു ചലഞ്ചാണിത്. കൊളോസോസ് 3-ാം അധ്യായം 9-10 വചനങ്ങൾ. പഴയ മനുഷ്യനെ അവന്റെ ചെയ്തികളോടുകൂടെ നിഷ്കാസനം ചെയ്യുവിൻ, സമ്പൂർണ്ണ ജ്ഞാനം കൊണ്ട് സൃഷ്ടാവിന്റെ പ്രതിച്ഛായക്ക് അനുസൃതമായി നവീകരിക്കപ്പെടുന്ന പുതിയ മനുഷ്യനെ ധരിക്കുവിൻ. ഇതാണ് ഉടമ്പടിയുടെ ഒരു ലാസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത്. ഉടമ്പടി പുതുക്കുമ്പോൾ നിങ്ങൾ ഇത് ഓർക്കണം. നമ്മൾ ഓരോരോ ഭൗതികമായ ആനുകൂല്യങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ ആവശ്യമനുസരിച്ചുകൊണ്ട് ദൈവ തിരുസന്നിധിയിൽ പറയുന്നതിൽ തെറ്റൊന്നുമില്ല. കാര്യം ഈശോ പറഞ്ഞതാണ് ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണെന്ന്. മത്തായി 6:32. വിജാതീയരാണ് ഇവയെല്ലാം അന്വേഷിക്കുന്നത്, നിങ്ങൾക്ക് ഇവയെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ സ്വർഗീയ പിതാവ് അറിയുന്നു. അപ്പോൾ ദൈവത്തിന്റെ ഒരു നിലപാടിതാണ്. നമ്മുടെ ഭൗതിക ആവശ്യങ്ങളെ ദൈവം വചനത്തിലൂടെ തന്നെ അഡ്രസ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഉടമ്പടി എടുത്ത് നിങ്ങൾ പ്രാർത്ഥനയുടെ എണ്ണം കൂട്ടുമ്പോൾ അതിനകത്ത് വിശ്വാസം, പ്രത്യാശ, സ്നേഹം എന്ന ദൈവിക പുണ്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ദൈവത്തിന് ഇതുകൊണ്ട് എന്താണ് പ്രയോജനം എന്നുള്ള വിഷയം വരുമ്പോൾ 0 മാർക്ക് വരും. ഇതിനെല്ലാം പ്രയോജനം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അതോറിറ്റി വർദ്ധിക്കണം, നിങ്ങളുടെ ആധികാരികത വർദ്ധിക്കണം. ആധ്യാത്മികത എന്ന് പറയുന്നത് കുറച്ചു കഴിയുമ്പോൾ അതിന്റെ പേര് അധികാരമായിട്ട് മാറും. ആധ്യാത്മികത വളർന്നു കഴിഞ്ഞാൽ ആധ്യാത്മികത അതോറിറ്റി ആയിട്ട് മാറും. നമ്മൾ കാണുന്ന ഭൗമിക അധികാരമല്ല, ദൈവികമായ ഒരു അധികാരം വരും. ദൈവത്തിന്റെ വക്താവായി നിന്നുകൊണ്ട് സംസാരിക്കാനുള്ള അനുവാദം ദൈവം തരും. പല ആൾക്കാർക്കും ഉണ്ടാകുന്ന ഒരു ആധ്യാത്മിക ദുരന്തം ഇതാണ്. വെറുതെ ഇരുന്ന് വചനാധിഷ്ഠിതമായ നിലപാടുകൾ ജീവിതത്തിൽ എടുക്കാതെ ആധ്യാത്മിക അധികാരം നഷ്ടപ്പെടുത്തും. നിങ്ങൾ 1 കൊല്ലം വെറുതെ ജീവിച്ചാൽ മതി, ഒന്നും ചെയ്യാതെ ജീവിച്ചാൽ മതി, പക്ഷേ ഇരുന്ന് നമ്മുടെ പവർ പോകും. കാരണം നമുക്ക് ദൈവം തരുന്ന ഡെയിലി ബ്രെഡ്, അന്നു വേണ്ട ആഹാരം പോലെ തരുന്ന സാധനങ്ങളെ നമ്മൾ കഴിക്കാതെ നമ്മൾ അതിനെ തട്ടിക്കളയും. അതുകൊണ്ട് ബൈബിൾ പറയും നിങ്ങൾ സൃഷ്ടാവിന്റെ പ്രതിച്ഛായക്കൊത്ത് നവീകരിക്കപ്പെടുന്ന പുതിയ മനുഷ്യനാകണമെന്ന്. ദൈവം ഉദ്ദേശിക്കുന്നത് നമുക്ക് ആനുകൂല്യങ്ങൾ തരുമ്പോൾ തന്നെ അടുത്ത ആനുകൂല്യം തരുന്നതിന് മുമ്പ് നമ്മോട് പറയും നിങ്ങൾ പഴയ മനുഷ്യനെ മാറ്റണമെന്ന്. ഒരുപക്ഷെ നിങ്ങൾ 45-ാമത്തെ വയസ്സിൽ എന്ത് സ്വഭാവം കാണിച്ചിരുന്നോ അത് തന്നെയായിരിക്കും 65-ാമത്തെ വയസ്സിലും കാണിക്കുന്നത്. പിശുക്കും അതുപോലെ തന്നെ ആൾക്കാരോട് മാന്യതയില്ലാതെ സംസാരിക്കുന്നതും. 45-ാമത്തെ വയസ്സിൽ എങ്ങനെ സംസാരിച്ചു അത് തന്നെ 65-ാമത്തെ വയസ്സിലും തുടരുകയാണെങ്കിൽ വളർച്ചയില്ല ഇതിനകത്ത്. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത് നിങ്ങൾ സൃഷ്ടാവിന്റെ പ്രതിച്ഛായക്കൊത്ത് നവീകരിക്കപ്പെടുന്ന പുതിയ മനുഷ്യനെ ധരിക്കണമെന്ന്. കൊളോസോസ് 3-ാം അധ്യായം 9-10 വചനങ്ങൾ. പഴയ മനുഷ്യനെ അവന്റെ ചെയ്തികളോടുകൂടെ നിഷ്കാസനം ചെയ്യുവിൻ, സമ്പൂർണ്ണ ജ്ഞാനം കൊണ്ട് സൃഷ്ടാവിന്റെ പ്രതിച്ഛായക്ക് അനുസൃതമായി നവീകരിക്കപ്പെടുന്ന പുതിയ മനുഷ്യനെ ധരിക്കുവിൻ. ബൈബിൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരു നിർബന്ധമായിട്ടുള്ള കമാൻഡ് എന്ന് പറയുന്നത് നിങ്ങൾ ക്രോണോളജിക്കലായിട്ട്, അതായത് വർഷത്തിനൊപ്പം വയസ്സ് വർദ്ധിച്ചു വരുമ്പോൾ പഴയ മനുഷ്യനെ അതിന്റെ ചെയ്തികളോടുകൂടെ ദൂരെ എറിയണം. അല്ലാതെ ഉടമ്പടിയുടെ കളർ മാറ്റിയിട്ട് കാര്യമില്ല. അവിടെയാണ് വിഷയം. ഉടമ്പടി പുതുക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. പുതുക്കുമ്പോൾ ദൈവം ഉദ്ദേശിക്കുന്ന ഒരു പുതുക്കലുണ്ട്. അത് പേപ്പറിന്റെ പുതുക്കലല്ല, മറിച്ചത് സ്വഭാവത്തിന്റെ പുതുക്കലാണ്. ബൈബിൾ പറയുന്നത് നിങ്ങൾ ദൈവ സ്വഭാവത്തിലേക്ക് വരണമെന്നാണ്. 2 പത്രോസ് 1:4. ദുരാശ മൂലം ലോകത്തിൽ ഉണ്ടാകുന്ന വിനാശത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ദൈവിക സ്വഭാവത്തിൽ നിങ്ങൾ പങ്കുകാരാകുന്നതിന് തന്റെ മഹത്വവും ഔന്നത്യവും വഴി അവിടുന്ന് നിങ്ങൾക്ക് അമൂല്യവും ശ്രേഷ്ഠവുമായ വാഗ്ദാനങ്ങൾ നൽകിയിരിക്കുന്നു. വാഗ്ദാനം എന്ന് പറഞ്ഞാൽ ഉടമ്പടിയാണ്. സങ്കീർത്തനം 105:8. അവിടുന്ന് തന്റെ ഉടമ്പടി എന്നേക്കും അനുസ്മരിക്കും, തന്റെ വാഗ്ദാനം തലമുറകൾ വരെ ഓർമ്മിക്കും. അപ്പോൾ ഉടമ്പടിയും വാഗ്ദാനവും ഒന്ന് തന്നെയാണ്. ഉടമ്പടി വഴി നമ്മൾ വാഗ്ദാനങ്ങൾക്ക് അർഹരാകുകയാണ്.
ദൈവം മനുഷ്യരാശിക്ക് ഓരോരുത്തരുടെ ജീവിത അവസ്ഥകൾ അനുസരിച്ചുകൊണ്ട് 8000-ന് മുകളിൽ വാഗ്ദാനം നൽകിയിട്ടുണ്ട്. സങ്കീർത്തനം 105:9 അബ്രാഹത്തോട് ചെയ്ത ഉടമ്പടി ഇസഹാക്കിന് ശബ്ദപൂർവം നൽകിയ വാഗ്ദാനം തന്നെ. ഉടമ്പടി എടുക്കുമ്പോൾ വാഗ്ദാനം നമ്മൾ പ്രാപിക്കുകയാണ്. ലൗകിക മനുഷ്യന് ജഡിക ജീവിതം നയിക്കുന്നവർക്ക് ഉടമ്പടിയുടെ വാഗ്ദാനം പ്രാപിക്കാൻ പറ്റില്ല. നിങ്ങളുടെ പല കാര്യവും നടക്കാതിരിക്കുന്നതിന്റെ കാര്യം അതാണ്. നിങ്ങൾ ഉടമ്പടി എടുത്ത കാലത്ത് എന്ത് സ്വഭാവമായിരുന്നോ അത് തന്നെ ഉടമ്പടിക്ക് ശേഷവും തുടരും. അപ്പോൾ ദൈവകൃപ പ്രവർത്തിക്കില്ല, വാഗ്ദാനങ്ങൾ പ്രാപിക്കാൻ സാധിക്കുകയുമില്ല. പിന്നെ എങ്ങനെ വാഗ്ദാനം പ്രാപിക്കാം? ഉടമ്പടി പുതുക്കുന്നതിന് ആനുപാതികമായിട്ട് ദൈവ സ്വഭാവം നിങ്ങൾ ആർജിച്ചുകൊണ്ടേയിരിക്കണം. 2 പത്രോസ് 1:4 ദുരാശ മൂലം ലോകത്തിലുണ്ടാകുന്ന വിനാശത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ദൈവിക സ്വഭാവത്തിൽ നിങ്ങൾ പങ്കുകാരാകുന്നതിന് തന്റെ മഹത്വവും ഔന്നത്യവും വഴി അവിടുന്ന് നിങ്ങൾക്ക് അമൂല്യവും ശ്രേഷ്ഠവുമായ വാഗ്ദാനങ്ങൾ നൽകിയിരിക്കുന്നു. വിനാശമുണ്ടാകുന്നത് ദുരാശ മൂലമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സാക്ഷ്യമുണ്ടായിരുന്നു. സാക്ഷ്യം പറഞ്ഞ മകൾ ഇങ്ങനെയാണ് അൾത്താരയിൽ പറഞ്ഞത്: ഞാൻ ഉടമ്പടി ചെയ്തത് UK-യിൽ പോകാനാണ്. അപ്പോൾ UK-യിലെ കാര്യം സെറ്റായപ്പോൾ കൂട്ടുകാരി ഓസ്ട്രേലിയയിൽ പോകാം എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ഓസ്ട്രേലിയയിലേക്ക് പോയി. അവിടെ നിന്ന് പണിയും മേടിച്ച് തിരിച്ചു വന്നിരിക്കുകയാണ് ആൾ. ദുരാശ മൂലമാണ് വിനാശമുണ്ടാകുന്നത്. ഉടമ്പടി ചെയ്തത് UK-യിലേക്ക് പോകാനാണ്. അത് ദൈവം പ്രോസസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ വന്ന് പറഞ്ഞു ഓസ്ട്രേലിയയാണ് ഇതിനേക്കാൾ നല്ലതെന്ന്. ഉടനെ അവൾ ഓസ്ട്രേലിയയിലേക്ക് വണ്ടി തിരിച്ചുവിട്ടു. അത് നാശകോടാലിയായി തിരിച്ചു വന്നു. അതാണ് വിനാശം എന്ന് പറയുന്നത്. നമുക്കിങ്ങനെ ഒരു അനുഷ്ഠാനക്രമത്തിന്റെ ഭാഗമായി വന്ന് എന്തെങ്കിലും കുറച്ച് കാര്യങ്ങൾ എഴുതിക്കൊണ്ടുവന്ന് പേടകത്തിൽ നിക്ഷേപിച്ചിട്ട് തോന്നിവാസം പോലെ ജീവിച്ച് ദൈവത്തിന്റെ അനുഗ്രഹം അടിച്ചു മാറ്റാമെന്ന വ്യാമോഹം ആർക്കും ആവശ്യമില്ല. അത് നടക്കുകയില്ലെന്ന് മാത്രമല്ല, ഇതോടുകൂടി നിങ്ങളുടെ ഒരു തകർച്ച തുടങ്ങുകയാണ്. കാരണം നിങ്ങൾ ദൈവത്തെ പറ്റിച്ച് ദൈവത്തോട് ചെയ്ത വാഗ്ദാനം പാലിക്കാതെ പഴയ വഴികളിൽ തന്നെ ജീവിച്ചാൽ ഉടമ്പടി വർക്കൗട്ട് ചെയ്യില്ല. ദൈവത്തോട് ഉടമ്പടി ചെയ്യണമെങ്കിൽ ദൈവിക സ്വഭാവമുള്ളവർക്കേ പറ്റുകയുള്ളൂ. അതാണ് 2 പത്രോസ് 1:4 നാം വായിക്കുന്നത്. അപ്പോൾ ഈ ഉടമ്പടിയുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപക്ഷെ ഉടമ്പടി ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ലോകത്താനായിരിക്കും, എന്നാൽ ഉടമ്പടിക്ക് ശേഷം നിങ്ങൾ വളരണം. ഈ ഉടമ്പടി ക്രിസ്തുവിൽ ഒരു വ്യക്തി വളരുന്നതിന് വേണ്ടിയുള്ള പ്രോസസ്സിങ്ങിന്റെ വിഷയമാണ്. കറക്റ്റായിട്ട് ക്രിസ്തുവിൽ വളരാൻ വേണ്ടിയുള്ള സംവിധാനമാണിത്. അതായത് ദൈവിക സ്വഭാവത്തിലേക്ക് വ്യക്തി വളരണം. ഓരോ പ്രാവശ്യം ഉടമ്പടി പുതുക്കുമ്പോഴും വ്യക്തി ദൈവ സ്വഭാവത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കണം. ദൈവിക സ്വഭാവത്തിൽ പങ്കെടുക്കുന്നതിനനുസരിച്ച് അധികാരം വർദ്ധിക്കും. ഒരു വ്യക്തി ദൈവ സ്വഭാവത്തിലാണോ പോകുന്നതെന്ന് അറിയുന്നത് ആ വ്യക്തിയിൽ അധികാരം വർദ്ധിച്ചുകൊണ്ടായിരിക്കും. എന്ത് അധികാരമാണ്? അധികാരം എന്ന് പറഞ്ഞാൽ ആധ്യാത്മികമായ ദൈവവുമായിട്ടുള്ള ബന്ധമാണ്. ചേർത്തലയിലെ പ്രേഷിതയുടെ സാക്ഷ്യം ഇതാണ്. അവർ ചേർത്തലയിലെ ആശുപത്രിയിൽ വെച്ച് അബോർട്ട് ചെയ്യാൻ വന്നിരിക്കുന്ന ഒരു സ്ത്രീയെ ഫസ്റ്റ് ടൈം കാണുകയാണ്. പക്ഷെ കർത്താവ് അവളോട് പറഞ്ഞു, നീ അവളോട് സംസാരിക്കാൻ. അപ്പോൾ പ്രേഷിത ചോദിച്ചു, മകളെ നീ എന്താ ഇവിടെ വന്നത്? അപ്പോൾ അവർ പരുങ്ങലിലായി. ആന്റിയുടെ മുഖത്തേക്ക് നോക്കി. ആന്റി പുറം തിരിഞ്ഞു നിൽക്കുകയാണ്. ആന്റി അടുക്കുന്നില്ല. വിശ്വാസത്തിന് വിരുദ്ധമായ ബന്ധമുണ്ടാക്കാൻ കൂട്ടുനിൽക്കുന്നത് പലപ്പോഴും ആന്റിമാരായിരിക്കും. നിങ്ങൾ ദൈവത്തെ മറന്നൊന്നും ചെയ്യരുത്. ഉടമ്പടി ജീവിതം അധികാരത്തിന്റെ ജീവിതമാണ്. ഈ പ്രേക്ഷിത അവരോട് ചോദിക്കുകയാണ്, എന്താ മോളെ വന്നത്? ആ മകൾ വീട്ടുകാരെല്ലാം കൈയൊഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ, അത് കുഴപ്പമില്ല, ഞാൻ നിന്നെ നോക്കിക്കോളാം, കുഞ്ഞിനെ കൊല്ലരുതെന്ന് പറയും. അതാണ് അധികാരം എന്ന് പറയുന്നത്. നിന്റെ പ്രസവം ഞാൻ എടുത്തോളാം, പക്ഷെ നീ കുഞ്ഞിനെ കൊല്ലരുത്. കർത്താവിന് അത് ഇഷ്ടമല്ല. നീ കൊലപാതകിയായിട്ട് മാറരുത്. നീ ഒരിക്കൽ കൊലപാതകിയായാൽ എത്ര കാലത്തെ അനുതാപം കൊണ്ടും സൽപ്രവൃത്തികൾ കൊണ്ടുമാണ് ഇത് വീട്ടാൻ പോകുന്നത്. ഇതിനാണ് അധികാരം എന്ന് പറയുന്നത്. കർത്താവിന്റെ നാമത്തിൽ ഭർത്താവും സ്വന്തം അമ്മയും അമ്മായി അമ്മയും എടുക്കാത്ത കുരിശ് അന്യ സ്ത്രീയെ ഏറ്റെടുക്കുകയാണ്. അതിനാണ് അധികാരം എന്ന് പറയുന്നത്. എന്റെ ഭാരം എന്ന് പറഞ്ഞിട്ട് ഈശോ പറയുന്നത് അത് ലഘുവാണെന്നാണ്. കർത്താവിന്റെ അഭിഷേകത്തോടെ ഒരു ഭാരം എടുത്താൽ അത് നമുക്ക് ഭാരക്കുറവായി ലഘുവായി അനുഭവപ്പെടും. ആ പ്രേക്ഷിത സൃഷ്ടാവിന്റെ പ്രതിച്ഛായയ്ക്കൊത്ത് നവീകരിക്കപ്പെടുന്ന പുതിയ സൃഷ്ടിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈശോയുടെ ഭാരം എന്ന് പറഞ്ഞാൽ മത്തായി 11:30 അനുസരിച്ച് അത് വഹിക്കാൻ എളുപ്പമുള്ളതും ഭാരം കുറഞ്ഞതുമാണ്. കർത്താവിന് വേണ്ടി അവന്റെ നാമത്തിൽ ഒരു ചുമടെടുത്താൽ ദൈവത്തിന്റെ അഭിഷേകം ഉള്ളത് കൊണ്ട് ഇവർക്ക് ഭാരം കുറഞ്ഞു കിട്ടും. പ്രേക്ഷിതയ്ക്ക് ഭാരം കുറഞ്ഞു കിട്ടും. ഭർത്താവിനും അമ്മായിയമ്മയ്ക്കും ഇതൊരു ഭാരമാണ്. കാരണം മാനുഷികമായിട്ടാണ് അവൻ
കാരണം മാനുഷികമായിട്ടാണ് അവർ കാര്യങ്ങളെ എടുക്കുന്നത്. അമ്മ സേവയിലെ വരുമാനമാണ് നോക്കിയത്. കാരണം 10-20,000 രൂപ മാസം കിട്ടുന്നതാണ്. അപ്പോൾ ഒരു കൊച്ചിനെ കൊന്നാലും കുഴപ്പമില്ല, 20,000 രൂപ കിട്ടുമെന്നാണ് അമ്മ കരുതുന്നത്. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഒരു മനുഷ്യൻ ക്രിസ്ത്യാനിയാണോ അല്ലയോ എന്നുള്ളത് ഇതുപോലെ 1-2 അനുഭവങ്ങൾ വരുമ്പോൾ ദൈവം അസസ് ചെയ്യുകയാണ് എന്നതാണ്. നീ ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞ് നാക്ക് നീട്ടി എല്ലാ ദിവസവും വന്ന് കുർബാന സ്വീകരിക്കുമ്പോൾ നീ അല്ല എന്ന് പറയാൻ വേണ്ടി കർത്താവ് നിന്നെ ബ്രാൻഡ് ചെയ്യുന്നതാണ് ഇത്തരം നേർജീവിതങ്ങളുടെ അനുഭവങ്ങളിലൂടെ. ഇവിടെ വിശ്വാസി ലോകത്തെ പോലെ ചിന്തിച്ച് തീരുമാനങ്ങൾ എടുത്ത് പരാജയപ്പെടരുത്. ഇതുപോലെ ഒരു കുരിശ് കർത്താവ് വെച്ചു തരുമ്പോൾ എന്റെ പിടലി ഒടിയുന്നു, താഴെ ഇറക്കി വെക്കൂ എന്ന് പറഞ്ഞ് നിലവിളിച്ചാൽ ദൈവം പറയും നീ മാറി നിൽക്കാൻ. നിങ്ങളുടെ സ്വഭാവം അത് ദൈവികമല്ല എന്നുണ്ടെങ്കിൽ ഇരുന്ന് പവർ പോകും. അതുപോലെ തന്നെയാണ് ഇരുന്ന് പവർ കൂടുന്നത്. ഈ പ്രേക്ഷിത കണ്ടോ, ഇരുന്ന് പവർ കൂടുകയാണ്. അധികാരം എന്ന് പറയുന്നതാണ് ആധ്യാത്മികതയുടെ ലക്ഷണം എന്ന് പറയുന്നത്. അത് ദൈവത്തിൽ നിന്ന് കിട്ടുന്നതാണ്. ദൈവത്തിന് വേണ്ടി ജീവിച്ച് ഉടമ്പടിയിൽ നല്ല അധികാരം ഉണ്ടാകേണ്ടതാണ് എല്ലാവർക്കും. പ്രത്യക്ഷീകരണം സ്ഥിരീകരിക്കാൻ വേണ്ടി, അടയാളം കിട്ടാൻ വേണ്ടി ദൈവം ഈ ലോകത്ത് തന്നതാണ് ഉടമ്പടി. ദൈവം മനുഷ്യരാശിക്ക് നൽകിയിട്ടുള്ള മുഴുവൻ വാഗ്ദാനങ്ങൾ പ്രാപിക്കുന്നതിന് വേണ്ടിയുള്ള ദൈവിക സംവിധാനമാണ് ഉടമ്പടി. ഉടമ്പടി തന്നെയാണ് വാഗ്ദാനം, വാഗ്ദാനം തന്നെ ഉടമ്പടി. ഈ വാഗ്ദാനം പ്രാപിക്കുന്നത് ഉടമ്പടിയിൽ ജീവിച്ചുകൊണ്ടാണ്. ആ ഉടമ്പടി പ്രയോഗത്തിൽ വരുമ്പോൾ ആ പ്രയോഗത്തിൽ വരുന്നതിന്റെ വിശ്വാസം എക്സ്പ്രസ് ചെയ്യുന്ന ഒരു മാർഗമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. ദൈവാനുഗ്രഹത്തിനകത്ത് 25 പോയിന്റാണ് പ്രാർത്ഥനയ്ക്ക് കിട്ടുന്നത്. ഇനി വിശ്വാസത്തിന്റെ എക്സ്പ്രഷനിൽ 45 പോയിന്റ് ഉള്ള ഒരു വിഷയമുണ്ട്. അത് പ്രഖ്യാപനമാണ്. പ്രഖ്യാപനം എന്നത് രക്ഷ പ്രാപിക്കുന്നതിന്, യേശുക്രിസ്തുവിനെ പ്രാപിക്കുന്നതിനുള്ള സിംഗിൾ വിൻഡോ ഓപ്പറേഷൻ ആണ്. റോമ 10:9 ആകയാൽ യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. രക്ഷ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവാണ്. ലൂക്ക 2:31 എന്തെന്നാൽ സകല ജനതകൾക്കും വേണ്ടി അങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ എന്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു. ശിമയോൻ ദീർഘദർശി ഉണ്ണീശോയെ കയ്യിലെടുത്ത് പറയുന്ന വാക്കാണ്. അപ്പോൾ രക്ഷ ഈശോയാണ്. നമ്മൾ രക്ഷ പ്രാപിക്കുകയാണ്. രക്ഷ പലതരത്തിൽ പ്രാപിക്കാം. ക്രിസ്തുവിനെ പലതരത്തിൽ പ്രാപിക്കാം. അതുപോലെ ജീവിത മണ്ഡലങ്ങളിൽ പ്രാപിക്കാം. ക്രിസ്തു ശക്തി ആയതുകൊണ്ട് അത് അനുഗ്രഹമായി മാറും. ജോലി, വീട്, വിവാഹം എന്നിങ്ങനെ വിശ്വാസ പ്രഖ്യാപനത്തിൽ സമൂഹത്തിന് മുമ്പിലാണ് നമ്മൾ പറയുന്നത് യേശു കർത്താവാണെന്ന്. അതാണ് മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയണമെന്ന് യേശു പറഞ്ഞത്. മത്തായി 10:32 മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവനെ എന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ മുൻപിൽ ഞാനും ഏറ്റുപറയും. റോമ 10:9 രക്ഷ പ്രാപിക്കാൻ വേണ്ടിയുള്ള ഫോർമുല ഏറ്റുപറച്ചിലാണ്. യേശു കർത്താവാണെന്ന് ഏറ്റുപറയണമെങ്കിൽ അധികാരം വേണം. യേശു കർത്താവാണെന്ന് പറയണം. ക്യാൻസർ അല്ല കർത്താവ്, യേശുവാണ് കർത്താവ്. നിന്റെ കുഞ്ഞ് ആശുപത്രിയിൽ കിടക്കുകയാണ്, വെന്റിലേറ്ററിൽ. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ആശുപത്രിയിൽ കൊണ്ടുപോകാം, അല്ലെങ്കിൽ ബന്ധുക്കളെ അറിയിക്കാം എന്ന് ഡോക്ടർ പറയും. അപ്പോൾ ആത്മാവിൽ നമുക്ക് പറയാൻ കഴിയണം, ഡോക്ടർ അല്ല കർത്താവ്, യേശുവാണ് കർത്താവ്. അത് പ്രഖ്യാപനമാണ്. ഇങ്ങനെ അധികാരം കിട്ടിയാണ് നമ്മൾ വളരുന്നത്. അല്ലാതെ ദൈവത്തിന്റെ അനുഗ്രഹം കൈപ്പറ്റിയല്ല വളരുന്നത്. ഓരോ വചനവും നിറവേറ്റിക്കൊണ്ട്, പ്രഖ്യാപിച്ചുകൊണ്ട്, യേശു കർത്താവാണെന്ന് ഏറ്റുപറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഉടമ്പടിയിൽ വളരുന്നത്. വളർച്ച പ്രാപിക്കുന്നതിന് ആനുപാതികമായിട്ട് അധികാരം കൂടിക്കൊണ്ടിരിക്കും. മത്തായി 10:1 അവൻ തന്റെ 12 ശിഷ്യന്മാരെ വിളിച്ച് അശുദ്ധാത്മാക്കളെ ബഹിഷ്കരിക്കാനും എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്താനും അവർക്ക് അധികാരം നൽകി. നിങ്ങൾ ക്രിസ്തുവിൽ വളരുന്നതനുസരിച്ച് അധികാരം കിട്ടിക്കൊണ്ടേയിരിക്കും. ഏറ്റുപറഞ്ഞാണ് അധികാരം കിട്ടുന്നത്. അല്ലാതെ ഉടമ്പടി ഇങ്ങനെ നീല വെള്ളയായി, വെള്ള സിൽവറായി ഇരിക്കുന്നതിൽ കാര്യമില്ല. മറിച്ച് ഈ അധികാരത്തിൽ വളരുന്നുണ്ടോ എന്ന് നോക്കണം. അധികാരത്തിൽ വളരുന്നത് ഏറ്റുപറഞ്ഞുകൊണ്ടാണ്. ഏറ്റുപറയേണ്ടത് യേശു കർത്താവാണെന്നാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.